ഹലോ, വെൽക്കം ബാക്ക് ടു സീ വിത്ത് എൽസ. ഡോർഫിനെ ഞാനും കൂടെ ഇന്ന് വന്നേക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ കീഴാറ്റൂരാണ്. സന്തോഷ് കീഴാറ്റൂർ. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ വിക്രമാദിത്യനിലെ അച്ഛൻ, ദുൽഖർ സൽമാൻ്റെ അച്ഛൻ, അതാണ് നമ്മൾ സിനിമ കണ്ട് ശീലിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സിനിമയിലൂടെ ആർട്ടിസ്റ്റുകളെ പരിചയമുള്ളവർക്ക് അതായിരിക്കും ആദ്യം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു മൂവി. നാടകത്തിൽ പുലിയാണ് അതിന് മുന്നേ. പിന്നെ അച്ഛൻ എവിടെ ഇരുന്ന് എന്നോട് ആദ്യം പറഞ്ഞു തന്നു, പുലിമുരുകൻ അല്ലേ അച്ഛാ? സന്തോഷേട്ടൻ്റെ അച്ഛനാണ്. നമസ്കാരം അച്ഛാ. അച്ഛൻ്റെ പേര് ദാമോദരൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറിയുമ്പോൾ അച്ഛൻ പറയായിരുന്നു പുലിമുരുകൻ. വിക്രമാദിത്യത്തിലെ അച്ഛനേക്കാൾ അച്ഛൻ ഇഷ്ടം പുലിമുരുകനിലെ അച്ഛനാണോ? രണ്ടുപേരും രണ്ട് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണ്. രണ്ട് തിയേറ്ററിൽ പോയാണോ കണ്ടേ? നമുക്ക് തിയേറ്ററിൽ പോയിക്കൊണ്ട് ക്യാഷൊന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട. ഞങ്ങളെ വിളിക്കും അവിടെ. വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഫാമിലി അടക്കം വരും കാണും. അല്ല, അവൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ ഇതിനും എല്ലാം പോകും. എല്ലാവരും കൂടെ പോകും. ഇന്നലെ ടി വിയിലുണ്ടായിരുന്നു എൻ്റെ ഒരു സിനിമ, മോഹൻലാലിൻ്റെ പേരായിട്ട്. ആണല്ലേ? ടി വിയിൽ കണ്ടു. ഓൻ്റെ ഇപ്പോൾ ടി വിയിൽ വെച്ചാൽ ആ സിനിമ കാണും. അച്ഛനെ കുറിച്ചേ സന്തോഷേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വേറെ ഇതിലൊക്കെ. ഭയങ്കര എന്താ പറയാ, അവർക്ക് ഭയങ്കര ഫ്രീഡം കൊടുത്തിട്ടുള്ള ഒരു അച്ഛനാണെന്ന്. അതെ അതെ അല്ലേ? അതൊരു ഫ്രീഡം കൊടുത്തിട്ടുള്ള അച്ഛനാണ്. അവൻ ചെറുപ്പത്തിലെ ഈ സ്കൂൾ പഠിക്കുമ്പോഴേ അവനൊന്ന് നാടകം കളിക്കാറുണ്ട്. എത്രയോ പ്രൈസുകളും കിട്ടിയിട്ടുണ്ട്. പിന്നീട് അവനെ കോളേജിൽ ചേർത്ത് ആ സമയത്താണ് ഇവൻ കണ്ണൂർ സംഘചന സൂര്യാപ്പേട്ട്, പിന്നെ പഴശ്ശിരാജ, അങ്ങനെ ഒരുപടി നാടകത്തിൽ വന്നു. പിന്നെ KPSC ഇങ്ങനെ പല ക്ലബ്ബുകളിൽ കൂടി പോയി. അങ്ങനെ കുറേ സീരിയലിൽ വന്നു. പിന്നീട് സിനിമയിലേക്ക് കയറി. ഞങ്ങൾ അങ്ങനെ അച്ഛനെയും കൂട്ടി ഇവിടെ വരെ എത്തി. ഒരു വലിയ യാത്രയല്ലേ? അതെ അതെ. എന്നാലും ഞങ്ങൾക്ക് ഇത്ര മനോഹരമായ ഒരു സ്ഥലത്തോട്ട് വരാൻ പറ്റിയല്ലോ ഏട്ടാ. ഇത് കീഴാറ്റൂർ തന്നെയാണോ? ഇത് കീഴാറ്റൂരിന്റെ അടുത്താണ്. ഇത് വെള്ളിക്കീൽ പറപ്പൂൾ എന്ന് പറയും. ഇതിന്റെ അടുത്ത് കാണുന്നില്ല, അത് വെള്ളിക്കീൽ പുഴയാണ്. ഇതിലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമാണ്. അവിടെ ഒരു നല്ലൊരു ഇക്കോ ടൂറിസം സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു വലിയ പദ്ധതി ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ നേരെ ഇത് കഴിഞ്ഞാൽ ചെറുകുന്ന്, കണ്ണപുരം, പഴയങ്ങാടി ആ ഏരിയ. എന്തായാലും ഉണ്ടല്ലോ, ബുദ്ധിപൂർവ്വം ഈ നാടിന്റെ എല്ലാ സൗന്ദര്യവും കൂടി ആവാഹിച്ചെടുത്തിട്ടുള്ളൊരു സ്ഥലമാണ് പുതിയൊരു വീട് വെക്കാനായിട്ട് തിരഞ്ഞെടുത്തേക്കണേ അല്ലേ? വളരെ പ്ലാൻഡ് ആയിരുന്നു. അല്ല, എപ്പോഴും ഇതിനോടാ താല്പര്യം. ഇപ്പൊ കീഴാറ്റൂർ കണ്ടില്ലേ? അപ്പൊ കീഴാറ്റൂർ വിട്ട് എവിടെ ഞാൻ പോയിട്ടില്ല. ആ വീട്ടിലും അച്ഛനും അമ്മയും അതിന്റെ പരിസരം വയലുണ്ട്. അതിലൂടെ ഇപ്പൊ ഒരു ഹൈവേ വരുന്നുണ്ട്, പുതിയ ഹൈവേ വരും. പുതിയ ഹൈവേ വരുമ്പോ എനിക്ക് തോന്നി കുറച്ച് സമാധാനം, കുറച്ചും കൂടി ഇത് അങ്ങനെ കിട്ടി. പിന്നെ ഇവിടെ മറ്റു പല ആലോചനകളും ഉണ്ടായിരുന്നു. ശരിക്കും വീട് വെക്കാനായിരുന്നില്ല ഇത് ആദ്യം ഞാൻ വാങ്ങിയത്. കൊറോണയ്ക്ക് മുന്നേ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഒരു ആക്ടർ ആയത് കൊണ്ട് തന്നെ ഒരു പെർഫോമിങ്ങിന് സാധ്യതയുള്ള ഒരു സ്പേസ് ഉണ്ടാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. ഇത് കുറച്ചും കൂടി താഴോട്ടുണ്ട് സ്ഥലം. അപ്പോൾ അവിടെ ആംഫി തിയേറ്റർ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൊറോണ വന്ന ശേഷം എല്ലാവർക്കും സംഭവിച്ച പോലെ ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ടേ പോയുള്ളൂ. ഇങ്ങോട്ട് വരുത്ത വളരെ കുറഞ്ഞു. അല്ലാതെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ വലിയ വേറെ ഒരു ബിസിനസ്സും ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ കരുതി ഈ ഒരു സംഭവം ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ നിൽക്കണം. അങ്ങനെയാണ് വീട് വെച്ചിട്ട് പതുക്കെ അതിലേക്ക് കടക്കണം എന്നുള്ളൊരു ചിന്ത. ഇതാണ് സന്തോഷേട്ടന്റെ ഭാര്യ. ചേച്ചിയുടെ പേര് സിനി. ചേച്ചിയുടെ സ്ഥലം കല്യാശ്ശേരി. വളരെ പ്രസിദ്ധമായ സ്ഥലം അല്ലേ? വയനാടിന്റെ സ്ഥലമാണ്. അപ്പം ഭയങ്കര തിരക്കിലാട്ടോ, നല്ല തിരക്കിലാണ്. അതുകൊണ്ട് നമ്മൾ വലിയ വിശേഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഫാമിലി ഫോട്ടോയും കാണിച്ചു പോവാണ് അല്ലേ? അച്ഛൻ തന്നെ പറയട്ടെ അല്ലേ? അച്ഛൻ പറയട്ടെ. അച്ഛാ, ഇതാണ് എന്റെ മൂത്ത മകൻ ബിജുമോൻ. പിന്നെ ഗവൺമെന്റിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അവന്റെ ഭാര്യയാണ് ഇത്. ഓള് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, ഇപ്പൊ കണ്ണൂര്. ഇത് പിന്നെ പറയണ്ടോ, സന്തോഷ് കിയാറ്റോന്റെ പേരാ സിനി. ഇവിടെ ഇതെന്റെ മൂത്ത മോന്റെ മോനാണ്. ഇവന്റെ മോനാണ് ഇവനിപ്പോ എഞ്ചിനീയറിംഗ് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് എൻ്റെ ഇളയ മോനാണ്, പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിന് പേരിന് ഇപ്പൊ വേറെ ജോലി ചെയ്യുന്നത്. ഓന്റെ ഭാര്യയാണ് ഇത്. ഓന്റെ മോനായത്. ഇത് ഓന്റെ ചെറിയ രണ്ടാമത്തെ മോൻ. ഇത് സന്തോഷ് കിയാറ്റോന്റെ മോൻ ഇതാണ് എന്റെ ഭാര്യ അമ്മ, സന്തോഷ് കിയാറ്റോന്റെ അമ്മ. ഇത് പിന്നെ കാർത്യായനി. ഇത് പിന്നെ പറയണ്ടല്ലോ. കസ്റ്റംസിലെ ഇന്റലിജൻസ്, പോർട്ട് ഇന്റലിജൻസ് ഫിഷറീസിൽ വർക്ക് ചെയ്തിരുന്ന ആളാട്ടോ അച്ഛൻ. എന്റെ പെണ്ണടന്റെ ഭയങ്കര ഒരു ഫാനാണ് കേട്ടോ.
ഭയങ്കര സുന്ദരിയായ ഒരു പെണ്ണാണ് ആ ഒരു പിക്ചറിൽ കാണുമ്പോൾ. നാടകത്തിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ഫീലാണ്, അതൊരു വേറൊരു ഫീലാണ്. ഭയങ്കര സുന്ദരിയായ ഒരു പെണ്ണ്, എല്ലാവരും കണ്ടു കാണും അല്ലേ? നമ്മളിങ്ങനെ കൊതിയോടെ നോക്കി എല്ലാവരും കണ്ടിട്ടില്ല, കുറച്ചുപേരെ കണ്ടിട്ടുള്ളൂ. അല്ല എന്നാലും കണ്ടിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂർ എന്ന് പറയുമ്പോഴേ അതുകൊണ്ടല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇച്ചിരി നിരാശനാണ്. എന്താ കാരണം തിയേറ്ററിന് അങ്ങനെ നമ്മൾ ഉണ്ട്, അതിന് നല്ലൊരു പബ്ലിസിറ്റി ഉണ്ട്, പക്ഷെ ആ രീതിയിലൊന്നും ആ തിയേറ്ററിന് സ്വീകരിക്കുന്നില്ല. ഇപ്പൊ എറണാകുളം പോലത്തെ ഒരു സിറ്റി, അവിടെ എല്ലാം അതാണല്ലോ നമ്മുടെ ഇപ്പൊ കേരളത്തിന്റെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്കൊരു നാടകം കളിക്കേണ്ട ഒരു സ്പേസ് പോലും ഇല്ല, മനസ്സിലായില്ല? അതാണ് അതിന്റെ വിഷയം. ഇപ്പൊ തൃശ്ശൂർ പോലെ തന്നെ ഭയങ്കര സാംസ്കാരികമായിട്ട് ഏറ്റവും, അതായത് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് അവകാശപ്പെടുന്നത് തൃശ്ശൂരാണ്. പക്ഷെ തൃശ്ശൂർ പോലും എനിക്ക് നാടകം അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതെ ചേട്ടൻ എന്നാലും കുറച്ച് പേര് കണ്ടു, കണ്ടവർക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ട്. ഇഷ്ടമാവുന്നവരൊക്കെ നമുക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ സന്തോഷേന്റെ അടുത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ ആദ്യം അവരെടുത്ത് ഇത് കണ്ട ഇത് നോക്കിയേ എന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കുന്നത് പെണ്ണടന്റെ പിക്സ് ആണ്. ഈ അടുത്ത കാലത്ത് കുറെ വേദികൾ കളിച്ചു, ഇന്ത്യക്ക് പുറത്തും വിദേശത്തൊക്കെ കളിച്ചു. ഇന്ത്യക്ക് പുറത്തല്ലേ കൂടുതൽ സ്വീകാര്യത അല്ലേ? അത് എന്തോ അതിന്റെ റിസൾട്ട് ഭയങ്കരമാണ്. കാരണം അവരതിനെ സ്വീകരിക്കുന്നതും ആ നാടകം കണ്ടതിന് ശേഷം അവരോട് നമ്മളോടുള്ള സ്നേഹം പങ്കിടുന്നതും ഒക്കെ ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതിനാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. കാരണം ആ സ്നേഹം കിട്ടുന്നത് കൊണ്ടാണ് അത് കൂടുതൽ അവതരിപ്പിക്കണം എന്ന് തോന്നുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ പൂജാമുറി കേട്ടോ, കണ്ടോ? അച്ഛൻ ഭയങ്കര ശബരിമല ഭക്തനാണ്, 50 വർഷമൊക്കെ പൂർത്തിയാക്കിയെന്നാ പറയുന്നത് ശബരിമലയിൽ പോകുന്നതേ കഴിഞ്ഞ വർഷം അല്ലേ അച്ഛാ? പിന്നെ ഇവിടെ മുഴുവൻ ഇരിക്കുന്നത് സന്തോഷേട്ടൻ്റെ മെമൻറ്റോസ് അല്ലേ? എല്ലാം സന്തോഷേട്ടൻ്റെ മെമൻറ്റോസ് ആണ്. ഇതൊക്കെ എല്ലാം ഇങ്ങനെ മേളിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഏതൊക്കെയാണെന്നൊന്നും നോക്കി പറഞ്ഞുതരാൻ പറ്റത്തില്ല. എന്തായാലും ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ സംസ്ഥാന അവാർഡ് നാടകത്തിന് ബെസ്റ്റ് അതേതാ അച്ഛാ? എവിടെ? അതിന്റെ ഫോട്ടോ അല്ലേ? അതിന്റെ ഫോട്ടോ. കീഴാറ്റൂരേക്ക് സന്തോഷേട്ടൻ അഭിമാനത്തോടെ പറയുന്ന കാര്യം, കീഴാറ്റൂരേക്ക് സംസ്ഥാന അവാർഡ് കൊണ്ടുവരാൻ പറ്റി നാടകത്തില് ബെസ്റ്റ് നടൻ അല്ലേ? അടുത്ത സ്വന്തം സിനിമയാണ് ഓടുന്നോൻ. അത് കുറേ ആയില്ലേ? എന്നാലും സ്വന്തമാണല്ലോ ഓടുന്നോൻ അല്ലേ? അത് വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും ചേച്ചിയും പറയായിരുന്നു അത് സന്തോഷേട്ടൻ്റെ സ്വന്തം സിനിമയാണ് ഓടുന്നോൻ എന്നുള്ളത്. അതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഇതെല്ലാം ആ കൊറോണ സമയത്താണ് തിയേറ്ററിലേക്ക് വന്നത്. അപ്പോൾ ഒരു 2-3 ആഴ്ച കുറച്ച് തിയേറ്ററിൽ ഓടിയിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. പിന്നെ ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു നല്ല റിസ്ക് എടുത്തൊരു സിനിമയാണ്. പക്ഷെ പിന്നീട് അത് ഒരു OTT കൊടുക്കാൻ വേണ്ടി പ്രൊഡ്യൂസർക്ക് സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതാണ് അപ്പോൾ നമ്മൾ ചെയ്തൊരു പ്രൊഡക്റ്റ്, അതിന് ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്തൊരു പ്രൊഡക്റ്റ് ജനങ്ങൾ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. പിന്നെ ഇതുപോലെ തന്നെ ഈ സമാന്തര ചെറിയ ലോ ബഡ്ജറ്റ് സിനിമയൊന്നും നമുക്ക് അങ്ങനെ വലിയ പൈസ വാങ്ങിയിട്ടൊന്നും ചെയ്യുന്നതല്ല, ഇവർ അതിനോടുള്ളൊരു കമ്മിറ്റ്മെന്റ് കൊണ്ട് ചെയ്യുന്നതാണ്. അത് ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്, റിട്ടേൺ എന്ന് പറയുന്നത് ജനങ്ങളുടെ അത് കണ്ടു അവർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോഴാണ് നമുക്ക് അതുപോലുള്ള ക്യാരക്ടർ ചെയ്യുവാൻ വീണ്ടും ചെയ്യാൻ നമ്മൾ മുന്നോട്ടേക്ക് വരിക. അപ്പോൾ അത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തേണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെ എത്തിയില്ല. അതാണൊരു സങ്കടം. എല്ലാത്തിലും ചേട്ടന് ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള ഒരു ശക്തിയുണ്ട് ചേട്ടനെ. അത് ആരും എന്ത് ചിന്തിക്കുമെന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ലെന്നോ അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല. അങ്ങ് ഇറങ്ങിത്തിരിക്കും. അതാണ് ഞാൻ വാളയാർ പെൺകുട്ടിയുടെ അല്ലേ ഒറ്റയ്ക്കാണ് അതൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെയെല്ലാം എനിക്കതിനെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും എന്നുള്ളൊരു മനസ്സുണ്ടല്ലോ, അല്ലെങ്കിൽ ആ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനുള്ളൊരു മനസ്സ്, അത് എങ്ങനെ കിട്ടി അങ്ങനെ ഒരു മനസ്സ്? തന്നെയാണ് കാണുന്നില്ലേ, നമ്മൾ ഈ മണ്ണിൽ നിൽക്കുക, മനുഷ്യന്മാരായിട്ട് സംവദിക്കുക. എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇരിക്കാം, കാരണം ഇത് ആർക്കെങ്കിലും കരാർ. പക്ഷെ ഞാൻ ഉള്ള സമയത്ത്, അതായത് ഞാനും എൻ്റെ കുടുംബവും താമസിക്കേണ്ട വീടാണ്. അപ്പോൾ ഇവരെ കൂടെ വന്ന് കുറച്ച് സഹായിക്കുക. അപ്പോൾ അത് തന്നെയാണ്. ഞാനിപ്പം നാട്ടിലെത്തിക്കഴിഞ്ഞാലും ഷൂട്ടില്ലാത്ത ദിവസമൊക്കെ നാടക ക്യാമ്പുകളും മറ്റ് പൊതുപരിപാടികളും ഇതൊക്കെയാണ്. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിന്റെ ഒരു പൾസ് എന്താണെന്ന്. ഇത് മുഴുവൻ ചേട്ടൻ്റെ ഓരോ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമ, അതുപോലെ നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പിക്ചേഴ്സാണ്. കണ്ടോ, ഇവിടെ മുഴുവൻ സന്തോഷേട്ടൻ്റെ ഒരു കലാമയമാണ് കേട്ടോ ഈ വീട്. അതുപോലെ ഇവിടുത്തെ അടുത്ത കലാകാരൻ സന്തോഷേട്ടൻ്റെ മോനാണ്. ഇത് യദുവിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് മാത്രമല്ല, ഇവിടെ വേറെയും യദുവിൻ്റെ പെയിൻറ്റിങ്സ് ഉണ്ട്. ആള് പെയിൻറ്റിങ്ങിൽ മാത്രമല്ല കേട്ടോ, ആള് നല്ലൊരു എഡിറ്ററാണ്. അതുപോലെ എന്തൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവൻ്റെ പറയും. അത്രയ്ക്ക് നല്ലൊരു ആള് 11th ഉള്ളൂ, പക്ഷെ ചെറിയ ഏജിൽ തന്നെ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഇത് നമ്മുടെ പ്രസിദ്ധമായ ചേട്ടൻ്റെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, ഏകാംഗ നാടകമാണ് പെണ്ണടൻ എന്നുള്ളത്. അതിൻ്റെ ഒരു പിക്ചറാണ്. ഇത് പത്മഭൂഷൺ പ്രേം നസീർ ഫിലിം ആൻഡ് TV അവാർഡ് നൈറ്റ് പ്രശസ്തി പത്രം.
പിന്നെ ഓടുന്നവൻ സ്വന്തമായിട്ടുള്ള സിനിമയാണ് ഓടുന്നവൻ. ഏട്ടൻ്റെ സ്വന്തമായിട്ടുള്ള സിനിമയാണ്. എന്താ ഇവിടെ ഒരു വലിയൊരു പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ വീണ്ടും പെണ്ണടൻ, ദ ഫീമെയിൽ ആക്ടർ, ഡയറക്റ്റഡ് ആൻഡ് പെർഫോംഡ് ബൈ സന്തോഷ് കീഴാറ്റൂർ. ഇതാ ഇത് യദുവിൻ്റെ അടുത്ത പെയിൻറ്റിങ്. യദു ഇല്ലെങ്കിൽ എന്താ, യദുവിൻ്റെ സാന്നിധ്യമായിട്ടും ഇവിടെ മുഴുവൻ യദുവിൻ്റെ പെയിൻറ്റിങ്സാണ്. പിന്നെ ഇവിടെ മുഴുവൻ ചേട്ടൻ്റെ ആ പെണ്ണടനിലെ പിക്ചേഴ്സാണ് എടുത്തേക്കുന്നതാണ്. ശുഭാപ്തിയുടെ 100 ദിനങ്ങൾ, വിക്രമാദിത്യൻ അതിൻ്റെത്. ഇത് വീണ്ടും അടുത്തൊരു പെയിൻറ്റിങ്. പിന്നെ ദേ നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന കുപ്പിയിൽ പോലും സന്തോഷേട്ടൻ്റെ പടമാണ്. ഏത് വരച്ച് തന്നെ ആയിരിക്കും ഇത്. കണ്ടോ, ഇവിടെ ഇതും മോൻ വരച്ച് തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ ഫുള്ള് മെമൻറ്റോസ് തന്നെ കേട്ടോ. എൻ്റെ മീതെയൊക്കെ ചേട്ടൻ്റെ മെമൻറ്റോസാണ്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ്, കൂത്തുപറമ്പ് ബ്ലോക്ക്, തിയേറ്റർ ഫെസ്റ്റ് നാടകത്തിൻ്റെ. പിന്നെ ഇത് ചേട്ടന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആരെങ്കിലുമൊക്കെ വരച്ചു കൊടുത്തായിരിക്കും, സമ്മാനിച്ചതാണ്. മേളിരിക്കുന്നതൊക്കെ എല്ലാം ചേട്ടന് ഓരോ കലാകാരന്മാർ വരച്ച് സമ്മാനിച്ചതാണ്. ഇവിടെ ഒരു നല്ല അടിപൊളി പടം. ഇതെന്തെങ്കിലും സിനിമയുടെ ആണോ? വരച്ചു കൊടുത്താണ്, ഓടുന്നവൻ്റെ വരച്ചു കൊടുത്താണ് അല്ലേ? ചേട്ടൻ്റെ ആദ്യത്തെ തമിഴ് മൂവി പോർതൊഴിൽ അല്ലേ? നല്ല റിവ്യൂ ആണ് വരുന്നത്. അതാണ് വലിയൊരു സന്തോഷം. കാരണം എങ്ങനെയുണ്ടല്ലോ, നമ്മളൊരു പടം ചെയ്യുന്നു, പിന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു തമിഴ് പടത്തിൽ അഭിനയിക്കുന്നത്. അതിന് മുന്നേ നടക്കേണ്ടതായിരുന്നു. ആ സമയത്ത് തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ആ പ്രൊജക്ട് ക്യാൻസലായി. പിന്നെയാണ് ഈ ഒരു പോർതൊഴിലോട്ട് വിളിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പോയി അഭിനയിച്ചു വന്നു. പക്ഷെ ഒരു നല്ല ഡയറക്ടറും എന്താ പറയുക, നല്ല ഒരു വിഷനുള്ള ഒരാളാണെന്നൊക്കെ ഒരു നല്ല ബോധം ഉണ്ടായിരുന്നു. പക്ഷെ ഈ റിവ്യൂസ് കേൾക്കുമ്പോൾ നല്ല റിവ്യൂ, അതായത് നമ്മൾ മലയാളികൾ ചെയ്ത റിവ്യൂ ആണ് ഞാൻ കാണുന്നത്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് നമ്മുടെ ചേട്ടൻ അഭിനയിക്കുന്നത് ഭീതി ഉളവാക്കുന്ന ഒരു അഭിനയം എന്നാണ്. ഞാൻ കണ്ടില്ല, അപ്പൊ അതുകൊണ്ട് നമ്മളത് പറയണ്ട അല്ലെ, കണ്ടു. അതെ, അത് വേണ്ട. ഭയങ്കര അഭിനയമാണെന്നാണ് അതിനകത്ത് നല്ല റിവ്യൂ ആണ്. കുറച്ചേ ഉള്ളൂ. എന്നാലും നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടും. പിന്നെ തീർച്ചയായിട്ടും, കാരണം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ ആ പടം അങ്ങനെയുണ്ട്. നമ്മള് ആ നിർമ്മാതാവ്, അതിന്റെ ഡയറക്ടർ, അതിനെ വെച്ച ശരത് കുമാർ സാറിനോ അശോക് ശെൽവനോ നിഖില ഭീമനോ അല്ലെ എനിക്കോ വേണമെങ്കിൽ മറ്റു പടങ്ങൾ കിട്ടും. പക്ഷെ അതിന്റെ ആ സംവിധായകന്റെ ആദ്യത്തെ പടമാണ്. അതിന്റെ ക്യാമറമാൻ ആദ്യമായിട്ട് ചെയ്യാണ്. ഇവരൊക്കെ ഇൻഡസ്ട്രിയിലുണ്ട്, പക്ഷെ അവരുടെ ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ ആ പ്രൊഡ്യൂസേഴ്സും പൈസ ഇടുന്നു ഇവരെ കണ്ടിട്ട്. അപ്പൊ എന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു ആ ഡയറക്ടറെ. കാരണം ഒരു എന്താ പറയാ, ഇത്രയും പാഷൻ, അതൊക്കെ അതേ ഉള്ളൂ. പിന്നെ ആ സിനിമ വിജയിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ ഡയറക്ടർ അടയാളപ്പെടുത്തിയല്ലോ. പ്രൊഡ്യൂസർ അതുണ്ടാവും, കാരണം അവരിട്ട ചെലവിട്ട് പൈസ ഇട്ടത് അവർക്ക് കിട്ടും. പിന്നെ എന്നെ പോലുള്ളൊരു ആക്ടർ അങ്ങനെ ആദ്യമായിട്ട് തന്നെ ഒരു തമിഴ് പടം അഭിനയിക്കുമ്പോൾ ആ പടം ഒരു ഹിറ്റിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു നടൻ കിട്ടുന്ന ഭയങ്കര സന്തോഷമാണ്. അച്ഛനെന്താ കാണിച്ചു തരാൻ പോവാണേ? അവിടെ സുന്ദരിയായിട്ട് അവിടെ അച്ഛനാട്ടോ ഗ്ലാമർ. വെറുതെ അല്ല കേട്ടോ അച്ഛനത് വിളിച്ചോണ്ടോന്ന് കാണിച്ചത്. അമ്മേ കല്യാണം കഴിഞ്ഞെടുത്ത ഫോട്ടോയിലേ അച്ഛൻ ഗ്ലാമറാണേ, അതുകൊണ്ട് അമ്മ പുറത്തു പോയേക്കോണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പശുവിന്റെ മുന്നാലെ. അച്ഛൻ എന്റെ മാതിരൊന്നും അധ്വാനിക്കുന്നില്ല. അച്ഛൻ എന്നും ഭാര്യം തന്നെയാണ്. ഈ വറുത് ഓല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും പശു അല്ലേ, കൃഷി അച്ഛൻ പറഞ്ഞു കേട്ടോ. അമ്മ ഭയങ്കര ഇല്ലാതുകൊണ്ട് എനിക്ക് വെള്ളരിക്കപ്പളും കറി വെക്കാനുമില്ല, വെള്ളരിക്കോലം വെക്കാനുമില്ല. എത്ര മാസം ഞാൻ ചെയ്യും ആണല്ലേ, ഒന്നുമില്ലാതെ. മരുന്നൊക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മരുന്നുണ്ടാക്കിയാൽ എനിക്ക് തരാം ഞാൻ. നീ പറഞ്ഞു ഓർഡർ ചെയ്തോ. കർക്കിടകത്തിൽ ഞാൻ വരുന്നുണ്ട്. കർക്കിടകം ആകാറായോ? ഇല്ല, ഒരു മാസം നിറച്ചുണ്ട്. നാളെ സംക്രമം ആണ്, ഒരു മാസം ഉണ്ട് അല്ലേ. ഓർഡർ വന്നു ഓരോരാളും പറഞ്ഞിട്ട്. കർണിച്ചി മരുന്നുണ്ടാക്കണ്ടേ, നമുക്ക് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ 6 മാസം നിൽക്കും. ആണോ, അടിപൊളി. എത്ര വേണം വെച്ചാല് അച്ഛൻ വേണമെങ്കിൽ തരുവാണേ. ഇങ്ങനെ വലിച്ച കുട്ടികളാണ് ഞാൻ എന്റെ മരുന്ന് കൊടുത്തിട്ട് തടിപ്പിച്ചിട്ട് ആക്കിയത്. ഇന്നിപ്പോ ആരും തടി വേണം. എനിക്ക് തടി ഭയങ്കര ഇഷ്ടമാ സത്യം. ഞാൻ ഇങ്ങനെ ഇരിക്കണം. എനിക്കൊരു 3 കിലോ മരുന്ന് ആണ് സമ്മതിച്ച്. തടിച്ചിട്ട് തന്നെ കാര്യങ്ങൾ കുറച്ചോളം അയ്യോ എൽസ തടിച്ചു പോയി. നീ തിന്നോ. ഷുഗർ ഉണ്ടെങ്കിലോ? ഷുഗറും ഇല്ല, ഇതിൽ പ്രഷറും ഇല്ല. എല്ലാരും പറയും അങ്ങനെയുണ്ട്. അതൊന്നും ഇല്ല ഈ മരുന്നില്. അല്ലെ എനിക്ക് ഷുഗർ ഉണ്ട്, അപ്പം കഴിക്കണോണ്ട് കുഴപ്പമില്ല. ഒന്നുമില്ല, ഈ മരുന്ന് തിന്നുമ്പോ ഒരു ഷുഗറും ഇല്ല. നാടൻ തകര എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ കൊഴുപ്പാന്ന് പറയണതാ. തോരന്നാ പറയാ. അല്ല ഈ ഇല
ഈ ഇല ഈ ഇത് കിട്ടൂല. ഇത് വളരെ അപൂർവമാണ്. ബെസ്റ്റ് സാധനമായി. നല്ല സാധനം കേട്ടോ. നാടെന്താ വരാം. ഞാൻ ചോദിക്കാനും കാത്തിക്കണില്ല. ഒരുപാട് വിഷമതകൾ നാടകത്തിന്റെ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അല്ല, വിഷമതകൾ എല്ലാത്തിലും ഉണ്ടല്ലോ, എല്ലാത്തിലും ഉണ്ട്. ജീവിതം എന്ന് പറയുന്നത് തന്നെ പിന്നെ നമ്മളെപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതാണ്. അത് പ്രത്യേകിച്ച് ഒരു കലാകാരനായിട്ട് ഇവിടെ ജീവിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം ഒരു സെറ്റായാലും അല്ല ഒരു സെറ്റപ്പിൽ എത്തിക്കഴിഞ്ഞാലും അവരനുഭവിക്കുന്ന സ്ട്രഗിളുണ്ട്. അത് എത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്, അത് നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അത് പിന്നെ പ്രത്യേകിച്ച് ഒരു നാടക മേഖലയിൽ നിന്നൊക്കെ വരുമ്പോൾ കാരണം വേറെ ഒരു തൊഴിലറിയില്ല, വേറെ ഒരു തൊഴിലിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല, വേറെ ഒന്നിലേക്കും പോയിട്ടില്ല. ഇതിൻ്റെ ഒരു ഹോപ്പായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് സിനിമ എന്ന് പറയുന്നൊരു വലിയൊരു പ്ലാറ്റ്ഫോം സംഭവിക്കുന്നത്. വിക്രമാദിത്യനാണ് എന്നെ ലാൽ ജോസ് സാറും LJ ഫിലിംസും പിന്നീട് അങ്ങോട്ട് കുറച്ച് സിനിമകൾ കിട്ടാൻ തുടങ്ങി. ഇപ്പോഴും കിട്ടുന്നു, ഇനിയും കിട്ടും. കാരണം ഒരുപാട് സ്നേഹം പ്രേക്ഷകരുടെ ഇങ്ങനെ കിട്ടുന്ന ഒരു നടനാണ് ചേട്ടൻ. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു കാരണം എന്താണെന്നറിയാമോ? ഈ മനുഷ്യന് താരജാടയൊന്നുമില്ല. അതേ ഇങ്ങനെ ഈ പച്ചമണ്ണി ചവിട്ടി അങ്ങ് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. താരമായിട്ടില്ല, താരം എന്നൊക്കെ അങ്ങനെയല്ലേ, അങ്ങനെ ഞാൻ ധരിച്ചിട്ടില്ല. അതാണ് ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പ്രേക്ഷകർ. ഞാൻ പറഞ്ഞില്ലേ, ആക്ടറാണ്, നമുക്ക് നല്ല വേഷങ്ങൾ കിട്ടണം, എപ്പോഴും ആഗ്രഹിക്കുന്ന എപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കണം തന്നെയാണ്. അത് എല്ലാവർക്കും കിട്ടില്ല. കാരണം ഒരുപാട് മലയാള ഇൻഡസ്ട്രീൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയധികം നടീനടന്മാരുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം OTT വന്നതോടുകൂടി അതും സോഷ്യൽ മീഡിയയുടെ വലിയൊരു ഇതാണ്. കാരണം ചെറിയ കഴിവുള്ളവർ പോലും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ അവസരങ്ങളുണ്ട്. എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം കിട്ടി. അപ്പോൾ അതിന് സിനിമയും അവർക്ക് എല്ലാ ഇതും സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. അതിൽ കഴിവുള്ളവൻ അങ്ങോട്ട് കയറിപ്പോകും. അപ്പോൾ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിന് ഇടയിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിൽ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാളൊന്ന് പിക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പിക്ക് ചെയ്താണ് പുറത്തൊഴിൽ. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ടൊന്നും ഞാൻ ഒരു പരിചയമില്ല, ഒന്നുമില്ല. ഒരു ദിവസം എനിക്കൊരു കോള് വരുന്നു, വീഡിയോ കോളിൽ ചെയ്യുന്നു, കഥ പറയുന്നു. വേറൊരു ദിവസം അദ്ദേഹം സ്ക്രിപ്റ്റ് അയച്ചു തന്നു. ഈ സാധനം ഒന്ന് വായിച്ച് ഡയലോഗ്സ് നമുക്ക് തമിഴ് അറിയില്ലല്ലോ, അതൊന്ന് പ്രസന്റ് ചെയ്യാൻ പറയുന്നു എൻ്റെതായ രീതിയിൽ. അതിന് മൂന്നാമത്തെ തവണ നേരിട്ട് കാണുന്നു, മേക്കപ്പ് ടെസ്റ്റ് നടത്തും. ഒരു നല്ല പ്രോസസ്സായിരുന്നു. ഇതൊക്കെ കിട്ടിയൊരു വലിയൊരു ഭാഗ്യമാണ്. ഇപ്പം ഞാൻ ഏതെങ്കിലും പിന്നെ ഭയങ്കര അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇവരെ പോലുള്ള ഡയറക്ടറൊക്കെ ഞങ്ങളെപ്പോലുള്ള ആക്ടേഴ്സിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നടനുണ്ട് അതിൽ, സുനിൽ സുഗതി. സുനിലാട്ടനെ കുറിച്ച് കേട്ടതുപോലെ അദ്ദേഹത്തിന്റെ കരിയറിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും മികച്ച വേഷം. അപ്പോൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ അത്യാവശ്യം ഉള്ളവരങ്ങനെ ശ്രദ്ധിക്കാൻ എടുക്കുന്നുണ്ട്. അതിനുള്ളൊരു ഭാഗ്യം, ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയും അത് തുടർന്നുണ്ടാവട്ടെ ഏട്ടാ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും പിന്നെ കുറച്ച് സമയം ഞങ്ങളെ പോലെയുള്ള ഈ ഒരു ചാനലിന്റെ കൂടെ സഹകരിച്ചതിനും പിന്നെ വേണ്ട രീതിയിൽ സൽക്കരിക്കാൻ പറ്റിയില്ല. അത് സാരല്ലേട്ടാ, ഞാൻ പണിസ്ഥലത്താണ്. അതറിയാം കാണല്ലോ, വീട്ടിൽ പോയി. പിന്നെ ചായ കുടിച്ചോ? ഞങ്ങൾ ചായ കുടിച്ചു. നല്ല അടിപൊളി ചായ ഞങ്ങൾക്ക് ചേച്ചി ഇട്ട് തന്നു. ചായയൊക്കെ കുടിച്ചു. ഇനി ഞങ്ങൾ അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, അടിപൊളി.